ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടാട്ടോ ചെയ്യുന്നത്. ഈ ഒരൊറ്റ ബോട്ടിൽ കിട്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ മാറ്റി വെച്ചൊരു ബോട്ടിൽ ആർട്ടായത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പേസ്റ്റൽ കളേഴ്സാണ്. ഇതെൻ്റെ പുതിയ പേസ്റ്റൽ കളേഴ്സ് ആട്ടോ, അക്രിലിക്കിൻ്റെ. എൻ്റെ നോർമൽ അക്രിലിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ഒരു ചേച്ചിയെന്ന് തന്നെ പറയാം. എനിക്ക് എൻ്റെ ചേച്ചിയെ പോലെ ആട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഗ്രീൻ കളറാണ് ഞാൻ ഈ ബോട്ടിലിൽ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 4 കോട്ട് അപ്ലൈ ചെയ്താലേ നമുക്കിത് ഫുള്ള് കവറായിട്ട് കിട്ടുള്ളൂ. സ്പോഞ്ച് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ബ്രഷ് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ കളർ അടിച്ചതിന് ശേഷം ഞാൻ ഈ മുകൾ ഭാഗത്തായിട്ട് ചാക്കുനൂല് ഇങ്ങനെ മുഴുവനായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇയാണ് അലങ്കോല പണിക്കുള്ള മെയിൻ ആളുകളെ നമുക്ക് ക്ഷണിക്കാം. അതെ, ഇവര് തന്നെ നമ്മുടെ പിസ്ത കുഞ്ഞന്മാര്. കുറച്ചായില്ലേ നമ്മൾ പിസ്ത കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. നമ്മുടെ താമര പോലത്തെ ഒരു ഫ്ലവർ. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് അറിയില്ല, നിങ്ങൾക്ക് തോന്നുന്നത് വിചാരിച്ചോളൂ കേട്ടോ. ടൂത്ത് പിക്കിന്റെ ചെറിയൊരു പീസിലേക്കാണ് ഞാൻ ഈ പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് പെറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവർ പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് പെയിന്റ് ചെയ്യണം. അത് ഞാൻ പേസ്റ്റൽ കളേഴ്സ് ആട്ടോ അടിച്ചിരിക്കുന്നത്. എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എസ്തറ്റിക് ലുക്ക് കിട്ടുള്ളൂ. ഒരെണ്ണം പിങ്കും ഒന്ന് യെല്ലോ കളറുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 2 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഈ റൗണ്ടിലെ പേപ്പർ ഇതിൻ്റെ താഴെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിലേ നമുക്ക് ഇതേ കണ്ടോ ബോട്ടിലേക്ക് നന്നായിട്ട് ഇത് ഒട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ലീഫ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതും പിസ്താഷ്യയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് ചെറിയൊരു ലീഫ് പോലെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഗ്രീൻ കളർ, സാപ്പ് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പെറ്റൽസിൻ്റെ അറ്റത്തും ലീഫിൽ നമ്മൾ ചെറുതായിട്ട് ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് തോന്നി. അപ്പോൾ അതേ കില്ലിംഗ് പേപ്പർ വെച്ചുണ്ടാക്കിയ ഒരു കുഞ്ഞൻ ബട്ടർഫ്ലൈയെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിടാം.